ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അയില വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് 2-3 വിധത്തിൽ ചെയ്യും. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ളിയും തക്കാളി ഒന്നും വഴറ്റാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഈ കറിയിൽ നിന്ന് ഒരു മീൻ മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഈ എരിവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും, വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നാരങ്ങ വലുപ്പം ഉണ്ടാവില്ല കേട്ടോ, അതിനേക്കാളും ചെറിയൊരു പീസ് പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി നോക്കിയിട്ട് ചേർക്കുക. നാരങ്ങ വലുപ്പമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി കൂടിപ്പോവും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക, ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. മീൻ നമുക്ക് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് അത്രയും മതി, ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ അയിലയല്ല എടുത്തിട്ടുള്ളത്, എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള അയില എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വരയുന്ന പോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ഈ കറി തന്നെ നമുക്ക് ചെറിയ മത്തി കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്താലും അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ അതേ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മീൻ വരഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, കാരണം നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തുറന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ പുറത്തോട്ട് പോവും. അപ്പോൾ തിളച്ച് തുടങ്ങിയപ്പോൾ ഞാനത് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി മീൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒന്ന് വേവുമ്പോൾ നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീ കൂട്ടി വെച്ച് വറ്റിക്കണ്ട, മീൻ വേവണ്ട അല്ലേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാ മീനും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, പൊട്ടാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വറ്റണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇത് അത്യാവശ്യം വറ്റിയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഒരു 5-6 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെളുത്തുള്ളിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് അടച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്താൽ മതി. അപ്പോഴേക്കും ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലും വെളുത്തുള്ളിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് പിടിക്കും ഇതിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നമുക്കിതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അധികം ചാറില്ലെങ്കിൽ നമുക്കൊരു മീൻ കൂട്ടിയിട്ട് തന്നെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഈ കറി തന്നെ നമ്മൾ 2-3 ടൈപ്പിൽ ചെയ്യലുണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ണൂരിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.